ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോകളിൽ നിങ്ങൾ നൽകിയ സഹകരണത്തിനും സ്നേഹത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ വീഡിയോകൾ ഒത്തിരി പേര് കാണുന്നുണ്ട്, പക്ഷേ പലപ്പോഴും നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് മറന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നമുക്കറിയാം ഓശാന ഞായറാഴ്ചയാണ്. ഞങ്ങളിന്ന് ഇവിടെ ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഇംഗ്ലീഷുകാരുടെ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയും അതിൻ്റെ ഓശാന ഞായറാഴ്ചയുടെ തിരുകർമ്മങ്ങളും അതിൽ പങ്കെടുക്കാനായിട്ട് ഞങ്ങൾ കുടുംബസമേതം പോവുകയാണ്. അപ്പോൾ നിങ്ങളെയും ഈ ആഘോഷവേളയിലെ ദേവാലയത്തിലേക്കും തുടർന്നുള്ള ഓരോ സന്തോഷ നിമിഷങ്ങളിലേക്കും സ്വാഗതം ചെയ്യുന്നു. ഇംഗ്ലീഷ് ചർച്ചിലേക്കാണ് ഞങ്ങളിന്ന് ഓശാന ഞായറാഴ്ചയായിട്ട് കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് പോകുന്നത്. സാധാരണ ഞങ്ങൾ മലയാളം പള്ളിയിലേക്കാണ് കുർബാനയ്ക്ക് പോകാറ്. ഏകദേശം ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് 25 കിലോമീറ്റർ യാത്ര ചെയ്താലാണ് മലയാളം ചർച്ച്. എന്നാൽ ഇംഗ്ലീഷ് ചർച്ചുകളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. ഞങ്ങളിതാ പള്ളി എത്തിച്ചേർന്നിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഇവിടെ കുർബാന സമയം. കുർബാന ഞങ്ങൾ ചെല്ലുമ്പോൾ തുടങ്ങുന്നു. വളരെ മനോഹരമായ ദേവാലയമാണ്. ഇംഗ്ലീഷുകാരുടെ അവരെല്ലാവരും ഇതാ കുർബാനയിൽ പങ്കെടുത്ത് ഞങ്ങൾ കുർബാന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ജനാഭിമുഖ കുർബാനയാണ് ഇവിടെ ഇവർ നടത്തുന്നത്. എല്ലാവരും വളരെ സജീവമായാണ് ദീപബലിയിലും പങ്കെടുക്കുന്നത്. കുട്ടികളൊക്കെ വളരെ അച്ചടക്കത്തോടെ കുർബാനയിൽ പങ്കെടുക്കുന്നു. അതുപോലെ തന്നെ വലിയൊരു സ്ക്രീൻ 6:4 അൾത്താരയുടെ സൈഡ് വശത്തായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അതിലൂടെ കുർബാനയുടെ എല്ലാ ഭാഗങ്ങളും തന്നെ നമുക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിൽ പാട്ടുകളും അതുപോലെ തന്നെ നമ്മൾ ചെല്ലേണ്ട പ്രാർത്ഥനകളെല്ലാം എഴുതി കാണിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കുർബാനയിൽ സജീവമായിട്ട് അത് വായിച്ചുകൊണ്ട് പങ്കെടുക്കാൻ കുർബാന പുസ്തകത്തിൻ്റെ ആവശ്യമില്ല. ഞങ്ങളിവിടെ നിന്ന് നേരെ ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് മനുവും കുടുംബവും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങൾ മാൻഡ്രിയൻ ഹോട്ടലിലേക്കാണ് പോയത്. ഞങ്ങളവിടെ ചെന്നപ്പോൾ വലിയ തിരക്കാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭക്ഷണം ബുക്ക് ചെയ്തിട്ട് നമ്പർ എടുത്ത് ഏകദേശം ഒരു 3/4 മണിക്കൂർ നേരത്തോളം കാത്തിരുന്നു. ഒരേ സമയം 800 പേർക്ക് ഭക്ഷണം കഴിക്കാവുന്ന സൗകര്യങ്ങളുള്ള ഹോട്ടലാണ്. എന്നിട്ടും ഞങ്ങൾക്ക് 3/4 മണിക്കൂർ ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കണം. അത്രമാത്രം തിരക്കാണ്. $30 ആണ് ഒരാൾക്ക് ഭക്ഷണത്തിന് അവിടെ അടയ്ക്കേണ്ടത്. എന്ത് ഭക്ഷണം വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ഒത്തിരി ഐറ്റംസുകൾ നമുക്ക് അവിടെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബേക്കറി ഐറ്റംസുകളാണെങ്കിലും അതുപോലെ തന്നെ മറ്റേ ഐസ്ക്രീം ഐറ്റംസുകളാണെങ്കിലും അതുപോലെ തന്നെ വിവിധതരം മീറ്റുകൾ, അങ്ങനെ ഒത്തിരി. അപ്പോൾ നമുക്കത് കഴിക്കാനുള്ള വെയിറ്റിങ്ങിലാണ്. മനുവിൻ്റെ 3 മക്കളും സിമിയുടെ അമ്മയും ഒക്കെ ഞങ്ങളോടൊപ്പമുണ്ട്. ഞങ്ങൾക്കിതാ ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള എൻട്രി കിട്ടി. ഞങ്ങളിതാ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഭക്ഷണ സാധനങ്ങൾ ഏതെടുക്കണമെന്ന് അറിയില്ല, അത്രമാത്രം ഐറ്റംസുകളാണ് നിരത്തി വെച്ചിരിക്കുന്നത്. കൂടുതലും സ്ത്രീകളാണ് ഭക്ഷണം കഴിയുന്നിറക്കാനാണെങ്കിലും അതുപോലെ നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്യാനാണെങ്കിലും അതുപോലെ തന്നെ ഹോട്ടലിലത്തെ മറ്റ് ജോലികൾക്കൊക്കെ ആണെങ്കിലും കൂടുതൽ സ്ത്രീകളാണ്. ഇവിടെ എല്ലാത്തരം ഭാഷക്കാരും ഇവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഭക്ഷണം വളരെ രുചികരമാണ്. നമുക്ക് നമ്മളുടെ അവിടുത്തെ കുത്തിരിച്ചോറൊന്നും ഇവിടെ കിട്ടില്ല. ഇവിടെ കൂടുതലും പലതരം മീറ്റുകൾ പലതരം ടേസ്റ്റിൽ ഇവിടെ പാകപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എല്ലാം ചൂട്ടോടെ നമുക്ക് കഴിക്കാൻ പറ്റും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. എപ്പോഴും പാത്രങ്ങളൊക്കെ കഴിയുന്നതനുസരിച്ച് നിറച്ച് വയ്ക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു എന്നതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ കുറച്ച് നേരം വൈകി വന്നു എന്നതിൻ്റെ പേരിൽ ഭക്ഷണ സാധനങ്ങളൊന്നും നമുക്ക് കഴിഞ്ഞ പോലെ തോന്നില്ല. എല്ലാം എപ്പോഴും നിറഞ്ഞിരിക്കും. ഇവിടെ ഫുൾ ടൈം ഭക്ഷണം ഇങ്ങനെ നമുക്ക് എപ്പോൾ ചെന്നാലും കിട്ടാവുന്ന രീതിയിൽ അത്രമാത്രം നല്ല രീതിയിൽ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. പലതരം മീറ്റുകളുണ്ട്, പലതരം അതുപോലെ ഭക്ഷണ സാധനങ്ങൾ. ഇത് ഐസ്ക്രീമാണ് കാണുന്നത്. പലതരം ഫ്ലേവറുകളിൽ ഉള്ള ഐസ്ക്രീമുകളുണ്ട്. അതുപോലെ പലതരം കേക്ക് ഐറ്റംസുകളുണ്ട്. അതുപോലെ പല ഫ്രൂട്ട്സ് തന്നെ ഒത്തിരി ഐറ്റംസ് ഫ്രൂട്ട്സിൻ്റെ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ എന്താ പറയുക ഒരു മേള തന്നെയാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു തവണ ഭക്ഷണം കഴിക്കാൻ വന്ന ആളുകൾ വീണ്ടും ഭക്ഷണം കഴിക്കാനായിട്ട് വരും. കാരണം ഇവിടെ ഒരു ഉച്ചഭക്ഷണത്തിന് ലഞ്ചിന് മിനിമം $22 കൊടുക്കണം. ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മീറ്റ് നമുക്ക് ഉച്ചയ്ക്ക് ഒരു ലഞ്ച് നമുക്ക് കിട്ടണമെങ്കിൽ $22 നമുക്ക് ആവശ്യമുണ്ട്. എന്നാൽ $30 കൊടുത്താൽ എത്ര സമയം വേണമെങ്കിലും നമുക്ക് ഇവിടെ ഇരുന്ന് ആഹാരം കഴിക്കാം, ഏത് തരം ഭക്ഷണം വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അതുകൊണ്ട് നമുക്ക് വേറെ അധികം ബില്ലൊന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒത്തിരി പേര് ഭക്ഷണം കഴിക്കാൻ വരും. പലപ്പോഴും ഇവിടെ നമ്മൾ വെയിറ്റിങ്ങിലാണ്, നമുക്ക് കാത്തിരുന്നിട്ട് വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കണമെങ്കിലും ഭക്ഷണം കഴിക്കുന്നത്. ഇതൊക്കെ ജോയ്സിയും പോലെ മീറിയൊക്കെ ഭക്ഷണം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എനിക്ക് എൻ്റെ ജീവിതത്തിലൊരു ആദ്യ അനുഭവമാണ് ഇത്രയും വലിയ ഒരു ഹോട്ടലിൽ കയറി ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ സാധിക്കാമെന്ന്. ഇവിടെ നേരത്തെ പറഞ്ഞില്ല 800 പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാൻ, മുഴുവൻ ക്യാബിൻ പോലെ. ഇപ്പം നമുക്ക് കാണുമ്പോൾ ഞങ്ങളിരിക്കുന്ന സ്ഥലം കാണുമ്പോൾ ഒരു ഹോട്ടലിൻ്റെ ഒരു സ്ഥലം മാത്രമേ കാണുള്ളൂ, അതുപോലത്തെ ഒരുപാട് ക്യാബിനുകളുണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ പറയുമ്പോൾ നമ്മൾക്ക് ഒരുമിച്ചിരിക്കാനുള്ള ടേബിൾ സെറ്റ് ചെയ്യും. ഞങ്ങൾക്ക് കൂടുതൽ സമയം ഇവിടെ വെയിറ്റ് ചെയ്യണമെന്നത്, ഞങ്ങൾ 12 പേരുണ്ടായിരുന്നു. 12 പേർക്ക് ഇരിക്കാവുന്ന ടേബിൾ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സമയം അവിടെ ഭക്ഷണം കിട്ടാൻ കാത്തിരിക്കേണ്ട വന്നത്. അപ്പോൾ ആളുകൾക്കനുസരിച്ച് ടേബിൾ വരെ ക്രമീകരിച്ചിട്ട് നമ്മൾ വിളിക്കും. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാം. കണ്ട ആവി പറക്കുന്ന ഭക്ഷണ സാധനങ്ങൾ രുചിയോടെ നമുക്ക് എടുത്ത് കഴിക്കാം. ഇപ്പോൾ ഇത് കണ്ട വരുന്നവർക്ക് കുട്ടികൾക്കൊക്കെ കാണാൻ മീനിൻ്റെ ഒരു അക്വേറിയം പോലുള്ള ക്രമീകരണോട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈപ്പനൊക്കെ അത് കണ്ട് വലിയ സന്തോഷമായി. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് ജീപ്പനും ഇറ്റോനൊക്കെ അപ്പോൾ വളരെ സന്തോഷമുള്ള ദിവസമായിരുന്നു. ഇപ്പോൾ ജോയ്സിക്ക് ഭക്ഷണം കൂടെ അത്രയും ഇഷ്ടപ്പെട്ടില്ല. കാരണം ജോയ്സിക്ക് നാടൻ ഫുഡ് ഇഷ്ടം. ഇവിടെ നാടൻ ഫുഡല്ലല്ലോ, ഇത് ഇംഗ്ലീഷുകാരുടെ ഭക്ഷണമല്ല. അതുകൊണ്ട് തന്നെ എല്ലാത്തരം മീറ്റ് ഉണ്ട്, പക്ഷേ മീറ്റിന് ചെറിയ ഒരു മധുരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ വയ്ക്കുന്ന രീതിയല്ല ഇവിടെ ഒരു രീതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചിലർക്ക് ഇവിടുത്തെ ഭക്ഷണം ഇഷ്ടപ്പെടില്ല. എനിക്ക് കുഴപ്പമുണ്ടായില്ല. ഞാൻ എല്ലാത്തരം ഭക്ഷണങ്ങളും കഴിച്ചു. കല്ലുമ്മക്കായ, അതുപോലെ തന്നെ മറ്റേ പോർക്ക്, പോത്ത്, ചിക്കൻ, പിന്നെ അങ്ങനെ വേണ്ട പലതരം നമുക്ക് പറയാൻ അറിയാത്ത ഭക്ഷണ സാധനങ്ങൾ പോലും ഇവിടെ കിട്ടും. പിന്നെ ഇപ്പോൾ ഇത് കഴിഞ്ഞവർ ഇറങ്ങുകയാണ്. അപ്പോൾ പഞ്ഞിമിഠായി നമ്മുടെ നാട്ടിൽ പഴയ കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പഞ്ഞിമിഠായി അത് ഇവരിവിടെ സെറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈപ്പനും ഒക്കെ വാങ്ങിച്ചു. ഞങ്ങളിത് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് തയ്യാറെടുക്കുകയാണ്. ഞങ്ങൾ ഏകദേശം ഒരു 2 മണിക്കൂർ സമയത്തോളം അവിടെ ഹോട്ടലിൽ ചിലവഴിച്ചു. അപ്പോൾ എല്ലാവർക്കും അത് വലിയ സന്തോഷമായി. ഇന്ന് ഓശാന തിരുനാളായിട്ട് പള്ളിയിൽ പോകാനും ഇംഗ്ലീഷുകാരോടൊപ്പം വിശുദ്ധ ബലിക്ക് സംബന്ധിച്ച് ചെയ്യാനൊക്കെ സാധിച്ചു. അവരുടെ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുത്തു. അതൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. മനുവിനോടും കുടുംബത്തിനോടൊപ്പം അതോടൊപ്പം അതിന് ശേഷം ഞങ്ങൾക്ക് മാൻഗ്രിയൻ ഹോട്ടലിൽ വന്നിട്ട് ഒരു നല്ല ലഞ്ച്, ഒരു 1000-800 പേരോളം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഹോട്ടലിൽ വന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ രുചികരമായ ഭക്ഷണം, ഒത്തിരി വിഭവങ്ങൾ, ഒത്തിരി ഐസ്ക്രീം ഐറ്റംസുകൾ, ഒത്തിരി ഫ്രൂട്ട്സ് ഐറ്റംസുകൾ, ഒത്തിരി ബേക്കറി ഐറ്റംസുകൾ, പായസം, അങ്ങനെ ഒത്തിരി ഐറ്റംസുകൾ നമുക്ക് മതി വരുവോളം കഴിക്കാം. അത് എത്ര സമയം വേണമെങ്കിൽ എടുത്ത് നമുക്കിവിടെ ചിലവഴിക്കാം. അങ്ങനെ അത്രയും മനോഹരമായ ഒരു ഹോട്ടൽ ഇതിൽ വന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാൻ, ഫാമിലിയോടൊപ്പം ചിലവഴിക്കാനൊക്കെ സാധിച്ചു. അത് വലിയൊരു സന്തോഷമായിട്ട് നമ്മുടെ ഓർമ്മയിൽ എന്നും സൂക്ഷിക്കാനായിട്ട് ഒരു നല്ല ദിവസമായിട്ട് ഈ ഓശാന തിരുനാളിൻ്റെ ദിനം മാറി എന്നതിൽ നല്ലവനായ ദൈവത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നേരത്തെ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾ ഭാഗമായിട്ട് മാറുക. എല്ലാവർക്കും ബൈ. Let's write a new story, leave the old behind.